വികസനം കൊതിക്കുകയാണ് വടാട്ടുപാറ നിവാസികൾക്ക് ആകെയുള്ള പൊതുമൈതാനം. വനത്താൽ ചുറ്റപ്പെട്ട പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് വിവിധ വകുപ്പുകൾക്കിടയിലുള്ള തർക്കങ്ങളാണ്. റവന്യൂ വകുപ്പിന്റെ കൈവശമിരിക്കുന്ന ഭൂമി എന്ന രേഖകളുണ്ടെങ്കിലും വനം വകുപ്പാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിക്കുന്നത്. ചുറ്റിലും വർഷം മുഴുവനും പച്ചപുതച്ചു നിൽക്കുന്ന നിബിഡ വനം, ശുദ്ധമായ വായു, ഒപ്പം പ്രകൃതിദത്ത പുല്ലുകൾ നിറഞ്ഞ ടർഫിങ്ങും. പറഞ്ഞു വരുന്നത് വടാട്ടുപാറയിലെ ഗ്രൗണ്ടിനെ കുറിച്ചാണ്. ഒരുപക്ഷെ കേരളത്തിൽ എവിടെയും ഇത്രയും പ്രകൃതിദത്തമായ, പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ഗ്രൗണ്ട് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അറിയാം വടാട്ടുപാറ ഗ്രൗണ്ടിനെ കുറിച്ച്. ആയിരക്കണക്കിന് വരുന്ന വടാട്ടുപാറ നിവാസികൾക്ക് ഒത്തുകൂടാനുള്ള ഇടം എന്നതിലുമുപരിയായി അനിൽഡ തോമസ് ഉൾപ്പെടെയുള്ള നിരവധി കായിക താരങ്ങൾ പരിശീലനം നേടിയ ഗ്രൗണ്ടാണ് ഇത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് വനം വകുപ്പിന്റെ തേക്കിൻ തൈകൾ നടുന്നതിനുള്ള നഴ്സറിയായിരുന്ന ഇവിടം ക്രമേണ കളിസ്ഥലമായി മാറി എന്ന് പ്രദേശവാസിയായ എൽദോസ് പറയുന്നു. ആദ്യകാലത്ത് ഇതൊരു നഴ്സറി ആയിരുന്നു. ഫോറസ്റ്റുകാർ നഴ്സറി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. തൈ പറിച്ച് ഇവിടെ നിന്ന് ഒഴിവായതിനു ശേഷം ഇത് കളി ഗ്രൗണ്ടായിട്ട് വടാട്ടുപാറ ജനങ്ങൾ വന്ന ആദ്യകാലം തോലിലൂടെ ശരിക്കും ഇവിടെയുള്ള കൊച്ചുങ്ങൾ കളിച്ച് ഓടി നടന്നൊരു ഗ്രൗണ്ടാണിത്. പിന്നീട് അവരിത് ഫോറസ്റ്റുകാർ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി ലേലം ചെയ്ത് കൊടുത്തു. അന്ന് ജനകീയ പ്രക്ഷോഭണം ഉണ്ടായി. ഇവിടെ ജനകീയ പ്രക്ഷോഭണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈ പറിച്ച് കളഞ്ഞ് ലേലം തടസ്സപ്പെടുത്തി വീണ്ടും ഇത് കൊച്ചുങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. അതേസമയം ഗ്രൗണ്ടിന്റെ യഥാർത്ഥ ഉടമ റവന്യൂ വകുപ്പാണെന്നും ഇതിന് തെളിവായി വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും രേഖകളുണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങളായ റോയ്, എൽദോസ് ബേബി എന്നിവർ പറയുന്നു. പക്ഷേ എൻ്റെ അറിവിൽ ഇത് ഞാൻ വിവരാവകാശം വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം റവന്യൂ തരിശെന്ന് പറഞ്ഞാണ് ഇപ്പം നിലവിൽ വില്ലേജിൽ കിടക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് യാതൊരു ബന്ധവുമില്ല. ഇതിനെതിരെ നിരവധി ഫോറസ്റ്റിൻ്റെ കടന്നുകയറ്റങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ ചെറുത്തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഫോറസ്റ്റുകാർ അവരുടേതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് അടിസ്ഥാനപരമായി യാതൊരു പിൻബലമോ തെളിവോ അവരുടെ ഭാഗത്തില്ല. ഇത് ഇന്നും ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് വലിയ തർക്കങ്ങൾ നേരിടുക. ഈ 2000 റീസർവേക്ക് ശേഷം ഇത് റിസർവ് ഫോറസ്റ്റിൻ്റെ ആണ് എന്ന ഒരു രീതിയിലേക്ക് ഫോറസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന് റീസർവേക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത് ഇതൊരു റവന്യൂ തരിശായിട്ടാണ് കിടന്നതായിട്ടാണ് കാണുന്നത്. ഫോറസ്റ്റ് രേഖകളിൽ പോലും കാണുന്നത്. ഈ 264/1 ബ്ലോക്ക് 2 BTRലാണ് ഇത് ഉൾപ്പെട്ട് വന്നിരിക്കുക. അപ്പോൾ 2020 ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ മലയാറ്റൂർ DFO ഈ റവന്യൂ വകുപ്പിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ കുട്ടമ്പുഴയിലുള്ള FHC ഫാമിലി ഹെൽത്ത് സെൻറ്റർ, നമ്മുടെ പുഴ, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട്, ഈ ഉൾപ്പെടെ ഈ ഉള്ള മേഖലകളെല്ലാം റിസർവ് ഫോറസ്റ്റ് ആണെന്നും ഇപ്പോൾ ഈ രേഖകൾ റവന്യൂ തരിശാണ് കാണുന്നതെന്നും അതുകൊണ്ട് അത് അങ്ങനെ മാറ്റി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ഇങ്ങനെ കത്ത് തഹസിൽദാർക്ക് നൽകി. പക്ഷേ അവിടുന്ന് റവന്യൂ വകുപ്പ് തിരിച്ച് 2020 കത്ത് മറുപടി നൽകിയത് പുഴയും ഫാമിലി ഹെൽത്ത് സെൻറ്ററും അതുപോലെ ഗ്രൗണ്ടും ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ പുഴ ഉൾപ്പെടെ അത് റിസർവ് ഫോറസ്റ്റ് അല്ലെന്നും അത് തരിശായിട്ട് തന്നെ, റവന്യൂ തരിശായിട്ട് തന്നെ കിടക്കണം, അതങ്ങനെ ആക്കി തരാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടുന്ന് അന്നത്തെ കാലത്ത് 2020 ഒരു റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ നാട്ടിലെ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ, ഇവിടെ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തണമെങ്കിൽ പോലും വനം വകുപ്പിൻ്റെ ഒരു ആക്ട് നിലനിൽക്കുക. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം മുമ്പ് ഒരു മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു ഗ്രൗണ്ടിന് വേണ്ടി ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ ഫോറസ്റ്റ് തടയുകയും ഞാൻ ഉൾപ്പെടുന്ന ജനപ്രതിനിധികളെ, റോയിച്ചേട്ടനൊക്കെ ഈ വാർഡിൽ മെമ്പറോട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യരും ഒരു ഫോറസ്റ്റും തമ്മിലൊരു മത്സരത്തിൻ്റെ അപ്പുറത്തേക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് ഇതൊരു പരിഹാരം കണ്ട് ഇതൊരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം അധീനതയിലുള്ളതല്ല, കേന്ദ്ര സംസ്ഥാന അതിഥിയിൽ കിടക്കുന്നതാണ്, ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. രേഖകൾ പലതുണ്ടെങ്കിലും വനം വകുപ്പ് ഇപ്പോഴും ഗ്രൗണ്ടിനുമേൽ അവകാശ പ്രഖ്യാപനം തുടരുകയാണ്. നിയമത്തിന്റെ നൂലാമാലകളോ വകുപ്പുകൾക്കിടയിലുള്ള പടലപ്പിണക്കങ്ങളോ എന്തുതന്നെയായാലും ഇവയെല്ലാം അവസാനിച്ചാൽ മാത്രമേ സ്ഥലം MLAക്കോ ഗ്രാമപഞ്ചായത്തിനോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂ. അത്തരമൊരു കാലം വിദൂരമായിരിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ബേസിൽ പോളിനൊപ്പം മോഹൻ എബ്രഹാം, KCB ന്യൂസ്, കോതമംഗലം.